ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ അപ്പോൾ നിങ്ങളെ മനസ്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പം എന്താ പറയാം? അപ്പോൾ തങ്ങളിപ്പോൾ എന്താ അതിനെപ്പറ്റി പറയാം? കാണാൻ പറ്റൂല്ലേ? എല്ലാ സംഗതിയും കാണാൻ പറ്റും, ഹറാമല്ലെങ്കിൽ. ഹറാമായ വേഷങ്ങൾ ധരിക്കുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റില്ല. ഹറാമായ വേഷം എന്ന് പറഞ്ഞാൽ ഹറാമ് മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ ഹറാമായ സ്ഥലമാണ്. ഒരു ചെറിയൊരു ഇഞ്ച് ഇത് കാണുന്നുണ്ട്, പ്രശ്നമാണ്, പറ്റൂല. ഒന്ന്. രണ്ടാമത്തത്, നമ്മളെ തഹജ്ജുദ് നിസ്കരിക്കാത്ത നമ്മൾ ഈ രാത്രി പാതിരാത്രി ഇരുന്നിട്ട് എന്താകാണ്. ഇപ്പം ഇന്നിപ്പോൾ കളി നടക്കുന്നുണ്ട്, പോർച്ചുഗലിൻ്റെ കളി. എപ്പോഴും നടക്കും? ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കളി, മനസ്സിലായില്ലേ? പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ ഉണ്ടല്ലോ സമയം. അപ്പോൾ ഇപ്പം കളി നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു, കളിയൊക്കെ ആയതുകൊണ്ട് പഠിച്ചോണ്ട് ഇപ്പോൾ ക്ലാസ്സിന് ആൾ കുറയാൻ സാധ്യത, ആൾ കൂടുതലാണ്, പള്ളി ഫുള്ളാളെ വരുന്നവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മളെ ആളുകൾക്ക് അതിലൊന്നും വലിയ കമ്പല്ല എന്ന് മനസ്സിലായി. നമുക്കും കമ്പനി. ഞാൻ ഇതുവരെ കളി കണ്ടിട്ടില്ല. ഇപ്രാവശ്യത്തെ ഈ കളി ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇന്നലെ ഒരാളോട് ചോദിച്ചു, എന്താ ഇപ്പോൾ കളി ഇവിടെ എത്തി, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞല്ലോ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട. അപ്പോൾ കളി ഇനി കുറച്ചും കൂടി ഉണ്ടെന്ന് പറഞ്ഞു അയാൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കളിൻ്റെ അവസ്ഥ. പിന്നെ അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ കഴിയാത്ത നമ്മൾ രാത്രി ഉറക്കഞ്ഞിരിക്കുകയാണ് കളി കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹലാലായ രൂപത്തിൽ തൊപ്പിയും തലകെട്ടൊക്കെ കെട്ടിയിട്ട് നമ്മൾ കണ്ടാലും പക്ഷോ നമ്മളോട് ചോദിക്കും, എനിക്ക് 2 തഹജ്ജുദ് നിസ്കരിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, ഈ കളി കാണാൻ എനിക്ക് സമയം കിട്ടി എന്ന് പഠിച്ചോൻ ചോദിച്ചാൽ മറുപടി നമ്മൾ പറയേണ്ടി വരും. വെളിയങ്കോട് ഒരു കോയാമൂസിലേരുണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം പൊട്ടി കരയാണ്. ആൾക്കാർ ചോദിച്ചു, എന്തിനാ കരയണത്? ഒരു സുന്നത്ത് നിസ്കാരം വിട്ടുപോയതാണ്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഇനി സുന്നത്ത് നിസ്കാരമല്ലേ വിട്ടുപോയത്, അതിനിപ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾ കലാവ് കിട്ടിയാൽ മതി, അതുവേണേ കലാവ് വിട്ടാൽ സുന്നത്ത് നിസ്കാരം വിട്ടുപോയത്. കലാവൊക്കെ മൂപ്പര് വീട്ടിൽ നിന്ന്. അപ്പോൾ മൂപ്പര് പറയാം, എന്നാലും അള്ളാഹ് എന്നോട് ചോദിക്കൂലേ എന്തുകൊണ്ടാണ് കൃത്യസമയത്ത് നിർവഹിച്ചില്ല എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് നാളെ മഹ്ശറയിൽ ഞാൻ പറയാമെന്ന് കരുതിയിട്ട് എനിക്ക് കരച്ചിൽ വന്നു പോവുകയാണ്. മൂപ്പർക്ക് നിർത്താൻ കഴിയില്ല കരച്ചിൽ. അത് പഠിച്ചവൻ ചോദിക്കും, എല്ലാ ആരോഗ്യം എനിക്ക് തന്ന് ഭക്ഷണം തന്ന് എല്ലാം കൃത്യമായിട്ട് തന്നിട്ട് നീ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല തഹജ്ജുദ്? അത് ചോദിക്കും. അതുപോലെ നീ എന്തുകൊണ്ട് ദുഹ നിസ്കരിച്ചില്ല എന്ന് നമ്മളോട് ചോദിക്കും. കാരണം നമുക്ക് ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സംവിധാനവും സൗകര്യവും ഉണ്ട്. ഇങ്ങോട്ട് നമ്മൾ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല? അതേ സമയത്ത് നമ്മൾ ബാക്കി എല്ലാ സംഗതി നമ്മൾ ചെയ്യണമുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദ്യം വരും, എനിക്കൊരു മറുപടി നമ്മുടെ അടുത്ത് ഉണ്ടാവണം.